യു എയിലേക്കുള്ള മലയാളികളുടെ കുടിയേറ്റത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ഹോർഫുഖാനിലെ ഒരു ഹോട്ടലിൻ്റെ കൂടി ചരിത്രം പറയേണ്ടി വരും. കാലിക്കറ്റ് ഹോട്ടലിൻ്റെ കഥ. ലോഞ്ചിറങ്ങി വന്ന നിരവധി പേർക്ക് മാസങ്ങളോളം ഭക്ഷണം നൽകിയ സ്നേഹത്തിൻ്റെ കഥ. നല്ല ചൂട് കട്ടൻ കുടിച്ചിരിക്കുന്നത് കോർഫക്കാലിലെ ഓൾഡ് സൂക്കിലാണ്. ഈ ഇരിക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ലോഞ്ചിന് വന്ന് ഇവിടെയാണ് പൊന്ന് തേടിയുള്ള ഈ മരുഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. ആ യാത്രക്ക് ഒരു ജീവജലം പോലെയുള്ളൊരു കട്ടൻ കൊടുത്ത ഒരു ഹോട്ടലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ന്യൂ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ്. 71 ഇവിടെ എത്തിയില്ലേ? ഞാൻ 70 പിന്നെ ബോംബെയിലാണ്. പിന്നെ 77 എൻ്റെ ഫാദറിൻ്റെ അഞ്ചൻ അബൂബക്കർ എന്ന് പറയുമ്പോൾ ഇതിൽ കുക്കാണ്. ഇത് തിരൂർ കഞ്ഞിമൗലാന എന്ന് പറഞ്ഞ ആളുണ്ടാക്കിയ ഹോട്ടലത്. 77 കപ്പലിലാണ്, അക്ബർ കപ്പലിലാണ് പോകുന്നത്. പിന്നെ ജൂൺ 5 അവിടുന്ന് പുറപ്പെട്ട് ജൂൺ 10 ഇവിടെ ഇറങ്ങി. 5 ദിവസം കപ്പൽ 5 ദിവസം കപ്പലിൽ യാത്ര ചെയ്തു. എന്നിട്ടാണ് ഇവിടെ ഇറങ്ങിയത്. അങ്ങനെ അന്നത്തെ കോർഫുഖാനിൽ ഏറ്റവും ലോഡ്ജുള്ളൊരു ഹോട്ടൽ ഇത് മാത്രമേ ഉള്ളൂ. അന്ന് വേറെ താമസ സൗകര്യമുള്ള അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ വെറും ഫോണും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ടെലിഫോണോ അല്ലാത്ത മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ജനങ്ങൾ കംപ്ലീറ്റ് ഇവിടെ ഈ പിന്നെ ഇതിൽ ഒക്കെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഒരു അത്താണിയാണിത്. പിന്നെ ദുബൈയിൽ നിന്നൊരു 6 മണിക്കൂർ 7 മണിക്കൂർ ഇവിടെ എത്താൻ ഉള്ള ഇത് വേണം. ജയ്ത്ത് വരെ അന്ന് റോഡ് സംവിധാനങ്ങൾ പിന്നൊക്കെ ഇങ്ങനെ തെളിഞ്ഞു മറിഞ്ഞിട്ട് വേണം അങ്ങോട്ട് എത്താൻ. ഈ വ്യാഴാഴ്ച അവരിവിടെ വരും. അപ്പോൾ ഈ കത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ബോക്സ് വരും. അന്നത്തെ പോസ്റ്റ് ബോക്സ് ഇതാണ്. അപ്പോൾ ഈ കത്തുകൾ എടുക്കാൻ വേണ്ടിയിട്ട് വ്യാഴാഴ്ച ഇവിടെ ആൾക്കാർ തടിച്ചു കൂടും. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. ഫിലിമുണ്ട്, പിന്നെ ഓപ്പൺ ബിൽഡിങ്, ഓപ്പൺ ഫിലിം കൽബയിലും പിന്നെ ഇവിടെ കോർഫുഖാനിലും. കൽബയിൽ മലയാള ഫിലിമൊക്കെ ഉണ്ടാവും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു മലയാള ഫിലിമൊക്കെ വരും അന്നത്തെ കാലം. കോർഫുഖാനിൽ തിയേറ്റർ. അന്നത്തെ പണി രാത്രി ഒരു 7 മണി 8 മണിയാകുമ്പോഴത്തേനൊക്കെ കടകളെല്ലാവരും അടച്ചിട്ട് ഞങ്ങൾ കൽബയിലാണെങ്കിൽ കൽബയിലേക്ക്, ഇവിടെയാണെങ്കിൽ ഇവിടെ. കൽബയിലാണ് കൂടുതലും ആൾക്കാർ ഫിലിം കയറ്റി. ഇവിടെ ഒരു മല ഉണ്ട്. ആ മലയുടെ അവിടെയാണ് ആൾക്കാരൊക്കെ വന്നിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നീന്തി പോകുന്നത്. ഈ പണ്ട് നമ്മള് സിനിമയിലെ കാണുന്ന സാധനം ആ കാണുന്നതാണ് മല. അങ്ങനെ ഇവിടുന്ന് ഷാർജ, ദുബായ് അങ്ങനെ പഴയ പോയ ആളുകൾ ഇറങ്ങി പിന്നീട് തിരിച്ചു വന്നിട്ട് പല ആൾക്കാരും വന്നിട്ടുണ്ട്. പല പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കോർഫുഖാനിലെ കാലിക്കറ്റിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതെങ്ങനെയാന്നുള്ളത് വലിയ വലിയ സമ്പന്നക്കാരായവരും എഴുതിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടൊരു പേപ്പറിൽ. ഈ റെസ്റ്റോറൻറ്റ് വന്നാൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ മത്തമ്മിൽ വന്നാൽ എന്തായാലും അവർക്കൊരു വരുന്ന ആൾക്കൊരു ഫുഡ് അവർ ആവശ്യമുള്ളവർക്ക് കൊടുക്കും. ഇപ്പോഴും ഉണ്ട്. വെള്ളിയാഴ്ച ഒരു 100-400-500 ആൾക്കാർക്ക് ഭക്ഷണം എപ്പോഴും സൗജന്യം, ചെറിയ വിലക്ക്. അത് അറബിയിൽ നമ്മളെ കയ്യിൽ നിന്നും കൊടുക്കണ്ട. നമ്മളൊന്നും കൊടുക്കണ്ട. നമ്മളൊന്നും കൊടുക്കും വേണ്ട. അറബികൾ തന്നെ കൊടുത്തിട്ട് നമ്മൾ ഈ സംസാരിച്ചിരിക്കുന്നതിനിടക്ക് എന്താ പറയാ, സിദ്ദിഖിക്ക് സമയമില്ല. അറബികൾ വരുന്നുണ്ട്, അറബികൾ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന്റെ ഹറിബറി ഉണ്ട്. അതിന്റെ ഇടയിലാണ് നമ്മുടെ ഇന്റർവ്യൂ നടക്കുന്നത്. കോർഫുഖാനിൽ അന്ന് കുറേ കാലം മുമ്പ് വന്ന് സ്വാഭാവികമായിട്ട് അന്നും ഷാർജ ഉണ്ട്, ദുബായ് ഉണ്ട്, അബുദാബി ഉണ്ട്. അവിടെ ഒന്നും വിടാതെ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്തായിരുന്നു? പ്രേരിപ്പിച്ചത് ഘടകം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സ്വസ്ഥതമായുള്ള ഒരു ഇതാണ്. പിന്നെ അൽഹംദുലില്ലാഹ് അള്ളാഹു തന്നൊരു നേമത്താണ്. അത് നമ്മൾ പിടിച്ചു നിൽക്കുക. വല്ലാണ്ട് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയതായിട്ട് അത് അതും ഇല്ലാണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ.
എന്നാലും എനിക്ക് തോന്നുന്നു 71 50 കൊല്ലം കഴിഞ്ഞ് 77 ഏകദേശം 50 പിന്നെ 50 48 കൊല്ലത്തോളം ഏകദേശം 50 കൊല്ലമായി നമ്മളെ ഈ കോർഫക്കാനിൽ നിങ്ങളറിയണവരും എന്നെ അറിയാത്ത അറബികൾ ആരുമില്ല. അൽഹംദുലില്ലാഹ് ഏതൊരാളും എന്നെ കണ്ടാവുന്ന വണ്ടി ഇവിടെ നിന്ന് ചവിട്ടിയിട്ടും സ്ഥലം പറയാണ്ട് പോകാത്ത ഒരു അറബികളില്ല. ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോട്ടെ, എല്ലാച്ചും ആശുപത്രിയിൽ പോട്ടെ, എല്ലാച്ചും പിന്നെ എവിടെ പോയാലും ഒരു അള്ളാഹുവിൻ്റെ പോയി കൂടിയിട്ട് ഒരു സീറ്റ് നമ്മൾ ആ കണ്ടു കഴിഞ്ഞാൽ എണിച്ചിട്ടൊന്ന് അവർ നമ്മളെ ഒരു ബഹുമാനം, നിങ്ങൾ ഇത്ര കാലം ഉണ്ടാക്കിയ ഒരു അടയാളമാണ് ഒരു അടയാളം, ഒരു ബഹുമാനം അള്ളാഹുവിൻ്റെ തോപ്പിലേക്ക്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒത്തിരി വിശ്വസിച്ച് ഒരുപാട് ആളുകൾ നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കാൻ ഏൽപ്പിക്കുന്നത് കൊണ്ടല്ല. ഭക്ഷണം എന്നല്ല, ഈ നോമ്പിന് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കണം, ഒരു സ്ത്രീ സക്കാത്തിന്റെ പൈസ എൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത്. സക്കാത്ത് കൊടുക്കാനുള്ള 16,000 ദിർഹംസ് എൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത്. ഇങ്ങനെ പിന്നെ ഇപ്പോൾ ഇക്കൊല്ലം നമ്മള് അത് അമാനത്താണ്. അത് അമാനത്ത്. ഞാൻ അതിൽ നിന്ന് ഞാൻ കച്ചവടത്തിൽ ലാഭമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ ആ കാര്യത്തിലൊന്നും ഞാൻ ഒരു പിൽസ് പോലും കൊടുക്കില്ല. അമാനത്തിൻ്റെ പൈസ എന്നെ ഏൽപ്പിച്ചതായി ഞാൻ അതേപടി തന്നെ കണ്ട്. അന്ന് വരുന്ന സമയത്ത് ഇവിടെ എത്ര ഫിൽസ് ആണ് ചായക്ക്? 50 പൈസ, 50 ഫിൽസ്, 50 25. ഇപ്പം എത്രയാണ്? ഇപ്പോൾ ₹1 1.5. എന്നാലും അധികം വലിയ കൂടുതലൊന്നും കൂടിയില്ല. നമ്മുടെ ഇവിടെ ഒരു കഞ്ഞി ഉണ്ടായെന്ന് പറയേണ്ടതാണോ? അന്നത്തെ കണ്ട് എപ്പോഴും ഉണ്ടാ കഞ്ഞി. അരനൂറ്റാണ്ട് പ്രായമായ കഞ്ഞി ഇപ്പോഴും ഉണ്ട്. അത് ചീരകഞ്ഞി മറ്റേ കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് നോമ്പിനൊക്കെ ഉണ്ടാക്കും. എന്നാലും അന്നത്തെ കാലത്തൊക്കെ ഇവിടെ ലോഞ്ചിക്ക് വരുന്ന ആളുകൾ ഒരു കഞ്ഞി കിട്ടുക എന്നൊക്കെ പറയുന്നത് അന്നൊരു വലിയ സംഭവമല്ലേ? സംഭവം എന്ന് പറഞ്ഞാൽ വലിയ സംഭവം തന്നെയല്ലേ. ഇപ്പോൾ വിഷമില്ലാത്തൊരു കാലഘട്ടമാണ് അന്നത്തെ എന്ന് പറഞ്ഞാൽ. പിന്നെ ഭക്ഷണത്തിനും പൈസക്കും ഒക്കെ ഒരു വിഷമുള്ളൊരു കാലഘട്ടമാണ്. പണ്ട് മുതലേ ഇവിടെ അങ്ങനെ സമ്പന്നരായിട്ട് അറബികളുണ്ടായിരുന്നു. പിന്നെ സമ്പന്നരുണ്ട്. അവരായിട്ട് നിങ്ങൾ ഈ ഒരു ബന്ധം സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ വന്നിട്ടാണോ? അല്ല, അവരായിട്ട് ഉള്ള ഒരു ബന്ധം തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ മറ്റുള്ള പണിക്കാരുണ്ടെങ്കിലും എന്നെ വിളിച്ചല്ലാണ്ട് പൈസ എൻ്റെ കയ്യിൽ അവർക്ക് ഏൽപ്പിച്ചാലേ അവർക്ക് സമാനമുള്ളൂ. ഈ ഇവിടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞ് തന്നാലേ അവർക്കൊരു തൃപ്തിയാവുള്ളൂ. എങ്ങനെയാണ് നമ്മുടെ ഈ പേര് എങ്ങനെ ഇട്ടത്? നിങ്ങൾ വന്നതിന് ശേഷമാണ് ഈ പേര് ഇടുന്നത്? അല്ലല്ല, ആദ്യമുള്ള കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ്. ഇവിടെ 3 കടയായിരുന്നു. കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ്, പിന്നെ കേരള സൂപ്പർ മാർക്കറ്റ്, ബോംബെ ട്രേഡേഴ്സ് എന്നുള്ള. കേരള ഇപ്പോഴും ഉണ്ട്. ബോംബെ ട്രേഡേഴ്സ് ആൾക്കാർ മരിച്ചുപോയി. ഇവിടെ നായർ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് നായർ സ്റ്റോർ ഉണ്ടായിരുന്നു. എവിടെയുള്ള നായരായിരുന്നു? അത് ഇവിടെ ഉള്ള ഹൈദരാബാദിലുള്ള നായർ. പക്ഷേ അയാൾ ഇവിടെ ഇതാണ് തൃശ്ശൂരാബാദിലാണ്. അവിടെ അയാൾക്ക് വെറും മുറുക്കാൻ കച്ചവടമായിരുന്നു. വെറും വെത്തല ഇതുള്ള കച്ചവടമായിരുന്നു. അറബികൾ മുറുക്കുവായിരുന്നു. അല്ല, ഇവിടെ മുറുക്കാൻ എന്ന് പറഞ്ഞാൽ ഈ കച്ചികളൊക്കെ എത്ര ഇവിടെ ഉള്ള വെച്ചിട്ടാ ഈ ലാഞ്ചിയിൽ വന്നിട്ട് ഇവിടെ ലാഞ്ച് ഉണ്ട്. ഇവിടെ സ്ഥലം ഉണ്ടാവില്ല ലാഞ്ച് കാണാൻ. ഇത് കാണണമെങ്കിൽ നമ്മളെ പഴയ 5-ന്റെ നോട്ടുണ്ടല്ലോ, അത് അതിന്റെ ഫോട്ടോ ഉണ്ട്. പിന്നെ ഇതാണ് ആ കോർപ്പുക്കാന്റെ ചാടിക്കോളി നീന്തിക്കോളി. ഇതാണ് ആ കോർപ്പുക്കാന്റെ തീരം. ഇവിടെ മൊത്തം ലോഞ്ച് വന്ന് നിറയും. ലോഞ്ച് വന്നിട്ട് പറഞ്ഞു ഇവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചു. അള്ളാഹുവാലും ഇതൊക്കെ റബ്ബിന്റെ ഒക്കെ കിടക്കുന്ന കാര്യങ്ങളാണ്. നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. നാളെ എന്ത് വരണ്, മറ്റൊന്ന് എന്ത് വരണ്, ഇപ്പൊ തന്നെ എന്ത് വരണ് സംഭവിക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലോ. നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടോ? മറക്കാൻ പറ്റാത്ത അനുഭവം പറഞ്ഞാല് ഞാനിപ്പോഴും എൻ്റെ അയൽവാസി ഒരു നായരാണ്. എൻ്റെ അയൽവാസി ഒരു നായരായിരുന്നു. അവിടെ ഒരു തള്ളുണ്ടെന്ന് അമ്മളച്ചര്. പക്ഷേ ഇടുതുണിക്ക് മറുതുണിയില്ലാത്ത കാലഘട്ടത്തിൽ അത് രാത്രി ചോറ് വെള്ളത്തിയിട്ടിട്ട് അത് രാവിലെ ഞമ്മക്ക് തരും കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ഇത്രയും വലിയൊരു സംഭവം തന്നെ ഞാൻ അള്ളാഹു എനിക്ക് തന്ന വലിയൊരു നേമത്താണ്, വലിയ ഹൈറാണ്. ഞാനത് എല്ലാം എനിക്ക് അള്ളാഹു വലിയ നേമത്തന്നു. പക്ഷേ ആ ഒരു ജീവിതം നമ്മളെ ചോറും ഇന്നിൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതിൻ്റെ കൈകൊണ്ട് വെള്ളച്ചോറ് തന്ന് ആ ചോറിൻ്റെ എൻ്റെ അയൽവാസി ഒറ്റക്ക് പോയി. പക്ഷേ ആ ചോറ് തന്ന ആ ചോറ് ഞാൻ മേടിച്ച് കഴിച്ചതിൻ്റെ
ആ ഒരു രസം ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു പോകുന്നില്ല. അന്നൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ഇന്ന് എല്ലാം ഉണ്ട്, പക്ഷേ എല്ലാം ഉണ്ടായിട്ട് ഇന്നലെ എന്തേലും കഴിച്ചിട്ടുണ്ടെങ്കിൽ മറന്നുപോയി. പക്ഷെ ആ ചെറുപ്പകാലത്ത് തന്ന ചോറ്, വെള്ളച്ചോറ് തന്നത് ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന്. ഏതായാലും സിദ്ദിഖാൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ കോർഫക്കാനിൻ്റെ കൂടി ചരിത്രമാണ്. ഈ തീരവും ഈ തീരത്തെ പണ്ട് അടിഞ്ഞിരുന്ന ലോഞ്ചും അതിലെ മനുഷ്യരും അവരുടെയൊക്കെ ചരിത്രമാണ്. അതുമാത്രമല്ല അവരെ എന്താ പറയുക, വയറ് നിറച്ച് ഊട്ടി അതിൻ്റെ ഒരു ബർക്കത്ത് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതുകൂടിയാണ് ഈ ഒരു ന്യൂ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അപ്പം പതിറ്റാണ്ടുകളായി അത് തുടരുകയാണ്.